ഒരു ടെററായിട്ടുള്ള ഐറ്റം അവിടെ ഉണ്ടല്ലോ. അതാരാ? വേറെ ആരും എന്റെ പുന്നാര അനിയത്തി പാറക്കുട്ടി. അയ്യോ എന്റെ ദൈവം, ഏടിയാരും കൊച്ചു ഇത്തിരി പോവാന്ന് കൊച്ചെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോണ്ടാണോ നീ അതിനുള്ള ദേശത്തിനാണോ ചാടി പുറപ്പെടുന്നേ? അവളിത്തിരി ഉള്ളൂ, പക്ഷെ അവിടെ നാക്കണ്ടല്ലോ. എന്റെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. നാട് വിട്ട് പോവാൻ തോന്നുന്നു നമുക്ക് എവിടെയെങ്കിലും. മക്കളെ, നീ കുഴിപ്പുളത്ത് പോന്നെങ്കിൽ പൊക്കോ, വഴക്കിട്ടു പോവല്ലേ. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് നീ പൊക്കോ. പറഞ്ഞു തീർത്തിട്ട് പോകുന്നത് എന്നെ കൊണ്ടുപോയ്യ. എടി അമ്മൂമ്മയല്ലയോ പറയുന്നത്, നമുക്ക് പ്രശ്നം എല്ലാം പറഞ്ഞു തീർത്തിട്ട് മക്കൾ പൊക്കോ. അമ്മൂമ്മ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ഞാൻ വരാം. അല്ല ഞാൻ ചോദിക്കട്ടെ, പാറും നീയും കൂടെ എന്തോ ഇത്ര വലിയ പ്രശ്നം? അത് അമ്മൂമ്മ. കുഞ്ഞിന്റെ ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ബാവയമ്മി. ബാവയമ്മയാണോ? കുഞ്ഞിന്റെ ടീച്ചർ പറഞ്ഞല്ലോ കുഞ്ഞ് സ്കൂളിൽ ഭയങ്കര കുരുത്തക്കേടാണെന്ന്. അത് വെറുതെ പറഞ്ഞു. ടീച്ചറിന് വേറെ പണിയൊന്നുമില്ല അല്ലേ? എനിക്ക് നിന്നെ അറിയാൻ മേലല്ലോ കുരുത്തക്കേട്. ഹലോ മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? ഷു അറിഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ ഉണ്ടായിരുന്നു? മാഡത്തിന്റെ വാതൊരു മാഡം ഉണ്ടല്ലോ, ആ മാഡം എന്തേ? ആര് ദിയേ? ആ അവള് രാവിലെ അങ്ങോട്ട് പോയി. എന്നിട്ടെന്തേ ഇങ്ങോട്ട് കാണുവാ നിന്നെ? ഞാൻ രാവിലെ എണീറ്റതാ അമ്മ, പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് നല്ല കിടുക്കൻ വെബ് സീരീസ് 5 മണിക്കൂറിന്റെ സീറ്റ് അടിച്ച് ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തു. ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തു? ഗുഡ് ഗേൾ, സൂപ്പർ. നിന്നെ എന്തിനാ കെട്ടിച്ചെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിക്കാറുണ്ട്. അത് ഞാനും ചിന്തിക്കാറുണ്ട്, എന്തിനാ കെട്ടിച്ചു കേട്ടെ. കൊച്ചിന് ഫുഡ് കൊടുക്കല്ല, ഒറ്റ അടിയൊക്കെ തന്നാലുണ്ടല്ലോ. ഇതുപോലെ തന്നെ പോയി കുഴിപ്പുറത്തിരുന്നൂടെ? തന്റെ അടുത്ത് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? അഭിപ്രായം പറഞ്ഞല്ല, സത്യം പറഞ്ഞ. നീ എന്തെങ്കിലും മിണ്ടിയാണല്ലോ, എന്റെ അത് മേടിക്കും. പിന്നെ മേടിക്കും. നീ കൊടുത്തു നോക്ക് പിള്ളേ കൊച്ചിന്. എന്താ അപ്പൊ അവള് പറഞ്ഞ നമ്മ കേട്ടില്ലേ? അവള് പറഞ്ഞ കാര്യമല്ലേ? എന്ത് കാര്യല്ലേന്ന്? എന്താ കൊച്ചു പറഞ്ഞല്ലോ, എന്താ തെറ്റുള്ളത്? എന്താ? നിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടല്ലേ നീ അങ്ങോട്ട് പോവാത്തെ കുഴിപ്പുളത്തേക്ക്? അത് സത്യമാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞ ഇടം വല്ലം തിരിയാൻ സമ്മതിക്കൂലമ്മ. അവിടെ പോയി റൂമിൽ ഇരുന്ന് സീരിയസ് ഉണ്ടാ പോലെ. ഇനി നീ വാ തുറന്ന് ശരിക്കും എന്റെ ഒന്നും മേടിക്കും പാറു. പോവാ മേടിക്കും, നീ മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അമ്മ ഇവള് പറയണൊന്നും കേൾക്കുന്നില്ല, ഞാൻ പറയുന്ന മാത്രം അമ്മ കേൾക്കുന്നില്ല. അവള് മാത്രല്ല പറയണത്, ഞാനും പറയുന്നുണ്ട്. രണ്ടുപേരും പറയുന്നത് നീ കേൾക്കണുണ്ടല്ലോ. പറയുന്നത് മൊത്തം നിന്നെയാണല്ലോ, അത് മനസ്സിലാക്കണം. എന്താണ് ഇവിടെ സംഘടന? വാടാ, എല്ലാത്തിനെയും വിളിച്ചോണ്ട് എന്നിട്ട് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും. അതെ, ഈ 5 മണിക്കൂറുള്ള വെബ് സീരീസ് നീ കാണാറുണ്ടാ? വെബ് സീരീസ് ഞാൻ കാണാറുണ്ട്. ചിലതൊക്കെ 5 മണിക്കൂർ ഉണ്ടാവും, 15 മണിക്കൂർ ഉണ്ടാവും, 20 മണിക്കൂർ ഉണ്ടാവും. ഈ സീസൺ വൈസ് സീസൺ എന്തുപറ്റി? അല്ല, ഇവിടെ ചില ആൾക്കാരൊക്കെ 5 മണിക്കൂർ കുത്തിയിരുന്ന് വെബ് സീരീസ് കണ്ടിട്ട് വന്ന് നിൽക്കുക, ഞെളിഞ്ഞു വന്നിട്ട് പറയണ എൻ്റെ അടുത്ത്. ചേട്ടാ, അതിനകത്ത് 5 എണ്ണം ഡൗൺലോഡ് ചെയ്ത് ചേച്ചിയുടെ എടുത്തു കൊടുക്കും. എന്തിന്? കുഴിപ്പുറത്ത് പോയി കാണും. അടങ്ങിയിരിക്കാൻ പറ ആദ്യം. അവളോട് അടങ്ങിയിരിക്കാൻ പറ. അവള് മാത്രല്ലല്ലോ, ഞാനും പറഞ്ഞല്ലോ നിന്നെ. നീ എന്നെ അടിക്കുന്ന? അത് പറ്റാത്തോണ്ടാ അമ്മ എന്നെ അടിക്കാൻ വന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ശരിയാവൂല. അതുകൊണ്ട് അപ്പൊ കുഴിപ്പുറത്ത് പോകണോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകണം. നിനക്കെന്താ? അപ്പൊ കുഴിപ്പുറത്ത് പോയി വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചു നീ? അഫ്കോഴ്സ്. അമ്മായിയമ്മയ്ക്ക് ഞാൻ വരാറില്ലെന്നുള്ള പരാതി വേണ്ടല്ലോ. എന്ത് തങ്കപ്പെട്ട മരുമോള്, ഭാഗ്യം ചെയ്ത അമ്മായിമ്മ തന്നെ അമ്മ. എനിക്കതല്ലടാ വിഷമം. ഇവളവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇവക്കും കൂടെ ഉള്ള ഫുഡ് ഞാൻ അവരുണ്ടാക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കും. പോവാൻ പോയല്ലേ? എവിടെ പോണേ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. പോ, ടാറ്റ. ടാറ്റ. പിന്നെ നിന്റെ അടുത്ത് നീ നേരത്തെ പറഞ്ഞ വെബ് സീരീസിന്റെ ലിങ്ക് ഇല്ലേ, അതൊന്നും അയച്ചിട്ടുണ്ട്. എന്ത് നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുമല്ലോ. ഈ പ്രശ്നമൊക്കെ നടക്കും. പ്രശ്നം നടക്കുന്ന അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. നിന്റെ അമ്മയില്ലേ അവിടെ? എല്ലാരും ഉണ്ട്. ബാ, നമുക്ക് പ്രശ്നം എല്ലാം പറഞ്ഞു തീർക്കാം. ബാ. ലക്ഷ്മി ചേച്ചി അവിടെ എത്തിക്കാണോ അമ്മ? എത്താനുള്ള സമയമൊന്നും ആയിട്ടുണ്ടാവില്ല, ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളു. എന്തായാലും ഇത്തവണ ആരും തടയില്ലാത്തോണ്ട് കറക്റ്റ് അങ്ങ് എത്തും. പാറു, ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയല്ലേ കേട്ടാ. കൊച്ചുകുട്ടികൾ സംസാരിക്കുന്ന പോലെയല്ല നീ സംസാരിക്കുന്നത്. ലച്ചു ചേച്ചിനോട് അങ്ങനെയൊക്കെ പറയാമോ? ഞാൻ സത്യമല്ല അമ്മ പറഞ്ഞത് സത്യമാണ്, പക്ഷെ അങ്ങനെ കുഞ്ഞ് പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയാൻ പാടില്ല കേട്ടോ. ഇനി പറയോ? ഇല്ല അമ്മ, നമ്മുടെ ലച്ചു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അവളിങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതിനി എന്തായാലും നിൽക്കാൻ പോകണില്ല. അവൾ അവളുടെ സ്വഭാവം ഒന്നും മാറ്റാൻ പോകണില്ല. അവൾ അങ്ങനെ തന്നെ ഇരിക്കും. അതെ, അവൾ അങ്ങനെ തന്നെ ഇരിക്കും. സന്തോഷമായി. ഞാൻ പറഞ്ഞല്ല അമ്മൂമ്മ, വേണ്ടാന്ന്. ഞാൻ ഇവിടെ മാറിക്കാനുണ്ടല്ലോ, അപ്പ എന്നെ കുറ്റം പറഞ്ഞു തുടങ്ങൂന്നേ. ചേച്ചി പോയില്ലേ? പോയില്ല. പോവാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയല്ലോ, സന്തോഷം.
എന്ത് പറഞ്ഞു നിന്നെ ഇപ്പൊ? നിന്റെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ ഇവിടെ. അമ്മ പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ല മുമ്പ് ഞാൻ വരുന്നില്ലെന്ന്. പിന്നെ എന്തിനാ എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നത്? ഇതൊക്കെ കേൾക്കാനോ? അയ്യോടാ, ആരെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് വിളിക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴായിരിക്കും അമ്മൂമ്മ വന്ന് വിളിച്ചത്, അല്ലേ ചേച്ചി?